ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കപ്പൽ അപകടമുണ്ടായി. ആ കപ്പൽ അപകടത്തിൽ ആരും മരിച്ചില്ല. എല്ലാവരും നീന്തി കയറിയത് ഈ മെലീത്ത ദ്വീപിലാണ്, അഥവാ ഇന്നത്തെ മോഡേൺ മാൾട്ട. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫെയ്ത്ത് പെനക്കോസ്റ്റൽ വർഷിപ്പ് സെൻ്ററിലെ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരാണ് ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്നത്. ഒരു പിതാവിനെ പോലെ അവരെന്നെ സ്നേഹിക്കുകയും അവരെന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് ഒരു സന്ദേശം പറയുവാനുണ്ട്. ഈ 276 പേർ ഒരു കപ്പൽ സമ്പൂർണമായിട്ടും തകർന്നിട്ടും ഒരാൾ പോലും മരിക്കാതിരുന്നതിൻ്റെ രഹസ്യം എന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിലെ പ്രവൃത്തികളുടെ പുസ്തകം 27, 28 അധ്യായങ്ങൾ വായിക്കണം. അവിടെ ഈ ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൗൽ ഒരു സുവിശേഷ വിരോധിയായിരുന്നു. റോമൻ സാമ്രാജ്യ കാലയളവിൽ അദ്ദേഹം ഒരു റോമൻ പൗരനായിരുന്നു, സുവിശേഷ വിരോധിയായിരുന്നു, ജൂതനായിരുന്നു, പരീശനായിരുന്നു, സനീദ്രീം സംഘത്തിലെ അംഗമായിരുന്നു. സ്തേഫാനോസിനെ പോലുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ശൗൽ അവിടെയുണ്ട്. ദൈവമക്കളെ തല്ലിയും കൊന്നും ജയിലിലടച്ചും ഇങ്ങനെ യാത്ര നടത്തുന്ന ആ ശൗലിനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കുകയാണ്. അനന്യാസ് എന്ന ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഒരുവൻ വന്നിട്ടുണ്ട്, അവൻ പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ പേര് ശൗലാണ്, നീ അവൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കണം. അനന്യാസ് ഭയപ്പെട്ടു പോയി. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവൻ വലിയ സുവിശേഷ വിരോധിയാണ്, അവൻ ദ്രോഹം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഞങ്ങളെയും അറസ്റ്റ് ചെയ്യുവാൻ വരികയാണ്. ദൈവം പറഞ്ഞു, നീ ഭയപ്പെടുന്ന ആ മനുഷ്യൻ എൻ്റെ സാക്ഷിയായി ജാതികളുടെ മുൻപിൽ നിൽക്കേണ്ടതാണ്. അവൻ രാജാക്കന്മാരോട് എൻ്റെ സാക്ഷ്യം പറയേണ്ടവനാണ്. അനന്യാസ് ചെന്ന് പ്രാർത്ഥിക്കുന്നു. ശൗൽ മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ഒരു സുവിശേഷകനാകുന്നു. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു റോമിൽ ചെന്ന് സുവിശേഷം പറയണമെന്ന്. ഓർക്കണം, അന്ന് റോമൻ ചക്രവർത്തിമാർ, പൗലോസിൻ്റെ കാലത്ത് നീറോയാണ് റോമിൻ്റെ ഭരണകർത്താവ്. ക്രൂരനായിരുന്നു ആ മനുഷ്യൻ, സുവിശേഷ വിരോധിയായിരുന്നു ആ മനുഷ്യൻ. ആരെങ്കിലും യേശുവിനെ പ്രസംഗിച്ചാൽ അവരെ അയാൾ കൊല്ലും. ആ കൊല്ലുന്നത് വളരെ നീചമായിട്ടാണ്. ചിലപ്പോൾ കുരിശിലേറ്റിയായിരിക്കാം, ചിലപ്പോൾ ജീവനോടെ കത്തിച്ചായിരിക്കാം, ചിലപ്പോൾ സിംഹങ്ങളുടെ മുൻപിൽ വലിച്ചെറിഞ്ഞായിരിക്കാം, ചിലപ്പോൾ മൃദുശരീരത്തോട് ചേർത്ത് ജീവനുള്ള ഒരു സുവിശേഷകനെ വെച്ച് ജടയാടുകളുടെയോ കോലാടുകളുടെയോ തോലുകൊണ്ട് ചുറ്റി വഴിയിലിട്ട് മണിക്കൂറുകൾ, മാസങ്ങൾ കൊണ്ടായിരിക്കും കൊല്ലുന്നത്. അത്ര ഭീകരനായിരുന്നു നീറോ. പക്ഷെ അയാളോടും പോയി സുവിശേഷം പറയുവാൻ ആ മനുഷ്യൻ്റെ ഹൃദയം കത്തുകയായിരുന്നു. പല പ്രാവശ്യം അദ്ദേഹം ആഗ്രഹിച്ചു റോമിൽ വരണമെന്ന്. സ്പെയിനിലൂടെ യാത്ര ചെയ്ത് റോമിൽ പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പല സന്ദർഭങ്ങളിലും അതിന് തടസ്സമുണ്ടായി. അവസാനം അദ്ദേഹത്തിന് ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് റോമിലേക്ക് പോകുന്നത്. അവരുടെ കപ്പലിൽ 276 പേരുണ്ട്. ആ കപ്പൽ യാത്ര അല്പം കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 14 ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. തെക്കെവിടെ, വടക്കെവിടെ, കിഴക്കെവിടെ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അർദ്ധരാത്രിയിലും ദൈവം പൗലോസിനോട് ഒരു ദൂതൻ മുഖാന്തരം സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 27 വായിക്കുന്നുണ്ട്. പൗലോസെ, ഭയപ്പെടേണ്ട, നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. നീ കൈസറിന്റെ മുൻപിൽ എൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതാണ്. ഈ 14 ദിവസത്തെ കൊടുങ്കാറ്റിന് ശേഷം ഈ കപ്പലിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം വിട്ടുപോയി. അതിൻ്റെ നങ്കൂരമെല്ലാം അവരെ അറുത്ത് കളഞ്ഞു. ഇതിങ്ങനെ പാറിപ്പറന്ന് വന്നിടിച്ചത് ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് അല്പം അകലെയായിട്ട് ആ കാണുന്ന ആ തുരുത്തിലാണ്. ആ കപ്പൽ തകർന്നു പോയി. പക്ഷേ അവരാരും മരിച്ചില്ല. കാരണം പൗലോസിനോട് ദൈവം പറഞ്ഞു, നിന്നോടുകൂടെ ഉള്ളവർ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. നീ എൻ്റെ സാക്ഷ്യം
ആ ക്രൂരനായ ആ നീറോയോട് പറയേണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരാരും മരിക്കുവാനിടയായില്ല. ഇവിടെ അദ്ദേഹം ഈ ദ്വീപിലേക്ക് നീന്തി കടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാം, ഇരു കരകൾ കൂടുന്ന ആ ഭാഗം കാണാം. ഇവിടെ ഹിസ്റ്റോറിയൻസൊക്കെ ഒത്തിരി കഥകളൊക്കെ പറയും, അതൊന്നും സത്യമായിരിക്കണമെന്നില്ല. ഇവിടെ ആ ഇരു കരകൾ കാണുന്ന ഭാഗം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുവാൻ കഴിയും. അവിടെ നിന്ന് നീന്തി ഇവിടോട്ട് കയറി വരുവാനും ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെല്ലാം നീന്തി ഇവിടെ കടന്നു വരികയാണ്. ഇവിടെ അന്ന് ഈ മാൾട്ടായിലുള്ളവർ അവരോട് അസാധാരണമായ സ്നേഹം കാണിച്ചു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ കൊടും തണുപ്പാണല്ലോ, ഒരുപക്ഷെ 5 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കാമെന്ന്. വിറക് പെറുക്കി കൂട്ടി ആഴി ഉണ്ടാക്കി അവരുടെ തണുപ്പ് മാറ്റുവാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. പൗലോസും വിറക് പെറുക്കുവാനായി പോയപ്പോൾ ഒരണലി തൻ്റെ കയ്യിൽ ചുറ്റുകയാണ്. ആ കാലങ്ങളിൽ ഇവിടെ ഉള്ള അണലി എന്ന് പറഞ്ഞാൽ, അണലി കടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ വീർത്ത അവർ ചത്തുവീഴും. പക്ഷേ പൗലോസ് മരിച്ചില്ല. കാരണം താൻ റോമിൽ നീറോയോട് സുവിശേഷം പറയേണ്ടവനാണ്. ഇവിടെ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഗ്രാമത്തലവനായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വലിയ ധനികനായ മനുഷ്യൻ ഇവരെ സ്വീകരിക്കുകയാണ്. 3 ദിവസം അദ്ദേഹം സൽക്കരിച്ചു. തന്മൂലം തൻ്റെ പിതാവിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യം ഉണ്ടാകുകയാണ്. പിന്നെ ഈ ദ്വീപിലുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിക്കൂടി. താൻ പ്രാർത്ഥിച്ചപ്പോൾ യേശു സൗഖ്യമാക്കി. താൻ സുവിശേഷം പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ സുവിശേഷം മാൾട്ട നിവാസികൾ കേൾക്കുകയാണ്. അവർ മാനസാന്തരപ്പെടുകയാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും നമുക്ക് ഈ മാൾട്ടയിൽ കാണുവാൻ കഴിയും. നോക്കുക, ഇതൊക്കെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഇവിടെ ജോലിക്ക് വന്നതാണ്. വലിയ വിസ്തൃതമായ ഒരു രാജ്യത്തിൽ നിന്ന്. ഈ രാജ്യത്തിൽ നന്മയുള്ളത് കൊണ്ടല്ലേ അവർ ഇവിടേക്ക് വരുവാനിടയായത്. ദൈവം ഭക്തന്മാരെ, ദൈവദാസന്മാരെ ആദരിച്ച ഒരു സ്ഥലം, ജനനിവാസികൾ അവരൊക്കെ മരിച്ചുപോയി. ദൈവം തൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. 1000 വർഷം വരെയും ദൈവം ആ തലമുറയോട് ദയ കാണിക്കുന്നവനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ കിഴക്കേറ്റമായ കൊച്ചറയിൽ ഒരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാനൊരു സുവിശേഷ വിരോധിയായിരുന്നു. ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിച്ച് നടന്ന ഒരു കാലഘട്ടം. 1974 ജൂലൈ മാസം 20-ാം തീയതി കൊച്ചറയിലുള്ള ഷാരോൺ പെന്തക്കോസ്ത് ചർച്ചിലെ വിശ്വാസികളെ എൻ്റെ സ്നേഹിതരുമൊത്ത് പരാജയപ്പെടുത്തി പരിഹസിച്ച് ഞാൻ മടങ്ങിപ്പോകുന്ന വഴിയിൽ വെച്ചാണ് യേശു എന്നെ കാണുന്നത്. ഞാൻ യേശുവിനെ അറിയുന്നത്. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. 1 മാസം കഴിഞ്ഞ് സ്നാനപ്പെടുന്നു. 1 വർഷം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ 1-ാമത്തെ മാസം യേശുവിനെ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നു. എന്നോട് ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ദൈവം എന്നെ അയക്കുമെന്ന് ദൈവം എനിക്ക് വാഗ്ദത്തം നൽകിയിരുന്നു. ആ വാഗ്ദത്തത്തിൻ്റെ ഒരു നിവൃത്തി കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ന്യൂമോണിയയും കോവിഡുമെല്ലാം ഒന്നിച്ച് ബാധിച്ച് ഡോക്ടർമാർ എന്നെ കൈവിട്ടതാണ്. പക്ഷെ അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഈ വാഗ്ദത്തം നിറവേറുകയില്ലല്ലോ. ഇതിൽ നിന്ന് ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സുവിശേഷ വിരോധിയാണെങ്കിലും സുവിശേഷത്തെ എതിർക്കുന്നവനാണെങ്കിലും നിങ്ങളെ നാളെ ഒരു സുവിശേഷകനാക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിങ്ങളൊരു സുവിശേഷകൻ ആയിത്തീർന്നിരിക്കും. ദൈവം നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിയായിരിക്കാം, അതൊരു പക്ഷേ നിങ്ങളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്തിലേക്ക് പോകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാകാം, നിങ്ങളോടോ നിങ്ങളുടെ മാതാപിതാക്കളോടോ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളാകാം. ആ നിറവേറാതിരിപ്പാൻ സാത്താൻ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. നിങ്ങളുടെ ജീവിത പടക് ആടി ഉലഞ്ഞുന്നിരിക്കും. കൊടുങ്കാറ്റുകൾ അടിച്ചെന്നിരിക്കും. ഇനി മുൻപോട്ട് 1 ഇഞ്ച് പോലും പോകുവാൻ കഴിയില്ല എന്ന് തോന്നുമാറ് എല്ലാം പ്രതികൂലമായി തീർന്നെന്ന് വരാം. ചിലപ്പോൾ ജീവിത പടക് തന്നെ പൗലോസ് യാത്ര ചെയ്ത പടക് തകർന്നു പോയ പോലെ പീസായി പോയെന്നിരിക്കാം. പക്ഷെ ഭയപ്പെടരുത്. വാഗ്ദത്തം പറഞ്ഞവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. വൈകിയാലും കാത്തിരിക്കുക. കാറ്റടിക്കുമ്പോൾ, പടക് ആടി ഉലയുമ്പോൾ, കപ്പൽ തകരുമ്പോൾ, അണലി കടിക്കുമ്പോൾ, ജനങ്ങൾ പലതും വിലയിരുത്തുമ്പോൾ നിരാശപ്പെടരുത്. ദൈവം പറഞ്ഞത് മാത്രമേ
നിവർത്തിക്കപ്പെടുകയുള്ളൂ. കർത്താവിന് നിങ്ങളെ രക്ഷിക്കുവാനുള്ള വഴികളുണ്ട്. പൗലോസ് രക്ഷപ്പെട്ടു. 3 മാസം കഴിഞ്ഞ് ഈ ദ്വീപിൽ നിന്ന് താൻ റോമിലേക്ക് പോയി. 2 വർഷം അവിടെ അദ്ദേഹം സുവിശേഷം പറഞ്ഞു. ചക്രവർത്തിയോടും അദ്ദേഹം സുവിശേഷം പറഞ്ഞു. ദൈവം ഇന്നലെയും ഇന്നും നാളെയും അനന്യനാണ്, യഥാവാനാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. സംശയിക്കേണ്ട. ദൈവം ഒരു സൗഖ്യം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞാൽ, കൃപാവരങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞാൽ, ജോലി നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു വിവാഹം നടക്കുമെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിലേക്ക് ദൈവം നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞാൽ, അത് കർത്താവ് ആ സമയമാകുമ്പോൾ നിവർത്തിച്ചിരിക്കും. സംശയിക്കരുത്. ദൈവം മനുഷ്യനല്ല, വാക്ക് മാറുന്നവനുമല്ല. പ്രിയ സ്നേഹിതരെ, ശൗൽ പൗലോസായ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നൊരു സുവിശേഷ വിരോധിയാണോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരു സുവിശേഷകനായി തീരേണ്ട വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കറിയാമോ ആരാണ് യേശു എന്ന്? യേശു മതത്തിൻ്റെ സൃഷ്ടിയല്ല, മതത്തിൻ്റെ സ്ഥാപകനുമല്ല. ഞാനും നിങ്ങളും ശ്വസിക്കുന്ന വായുവും, ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ഭൂമിയും, ഞാനും നിങ്ങളും കാണുന്ന താരാപഥങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ഇവിടെ. 33.5 വർഷമാണ് യേശു ഇവിടെ ജീവിച്ചത്. മരിച്ചവരെ ഉയർപ്പിച്ചും, മൂവരെ സംസാരിപ്പിച്ചും, ചെകിടരെ കേൾപ്പിച്ചും, മുടന്തരെ നടക്കുമാറാക്കിയും, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചും, അലറുന്ന തിരമാലകളെ അടക്കിയും, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് യേശു ജീവിച്ചു. എന്നാൽ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കുക എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി യേശു പാപമാക്കപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും ശാപങ്ങൾ ഏറ്റുവാങ്ങി യേശു ശാപമാക്കപ്പെട്ടു. തന്മൂലം തൻ്റെ പ്രാണൻ ചൂടായി രക്തം വിയർപ്പ് തുള്ളികൾ പോലെ ഒഴുകി. ഞാനും നിങ്ങളും കൊള്ളേണ്ട ചാട്ടാവാറടികൾ യേശു കൊണ്ടു. ഞാനും നിങ്ങളും ധരിക്കേണ്ട മുൾക്കിരീടം യേശു ധരിച്ചു. ഞാനും നിങ്ങളും ചുമക്കേണ്ട ക്രൂശ് യേശു ചുമന്നു. ഞാനും നിങ്ങളും തറയ്ക്കപ്പെടേണ്ട ആ ക്രൂശിൽ യേശു തറയ്ക്കപ്പെട്ടു. 6 മണിക്കൂറുകൾ യേശു ആ ക്രൂശിൽ കിടന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരത്തിനായി തിരുവെഴുത്ത് പറഞ്ഞ പോലെ യേശു മരിച്ചു. ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ആ മരണത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും, സമാധാനം ലഭിക്കും, സാത്താന്യ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കും, അത്ഭുതകരമായ സൗഖ്യം ലഭിക്കും. അതുകൊണ്ട് വരൂ. നിങ്ങൾ പാപിയാണോ? നിന്റെ രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാപത്തെ കർത്താവ് ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങളൊരു ശാപഗ്രസ്തനാണോ? ഒരു മേഖലയിലും പുരോഗമിക്കുവാൻ കഴിയാതെ പിതാക്കന്മാരുടെ കാലം മുതൽ ഒഴുകി വരുന്ന ആ ശാപം മല പോലെ ഉയർന്നു നിൽക്കുകയാണോ? പേടിക്കേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, നിങ്ങളുടെ ശാപം മോചിക്കപ്പെടും. നീ ഒരു രോഗിയാണോ? അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾ സമാധാനമില്ലാത്ത ഒരു വ്യക്തിയാണോ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ലോകം തരുന്ന പോലല്ല. ഇന്ന് കർത്താവിന് ആ സമാധാനം നൽകുവാൻ കഴിയും. സ്നേഹിത, യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് നഷ്ടമാകുന്ന പാപം മാത്രമാണ് ലഭിക്കുന്ന പാപമോചനമാണ്. ശാപം മാത്രമാണ് ലഭിക്കുന്നത് അനുഗ്രഹമാണ്. നഷ്ടമാകുന്ന നരകം മാത്രമാണ് ലഭിക്കുന്നത് സ്വർഗമാണ്. വരൂ, യേശുവിനെ സ്വീകരിക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ. നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഈ സഹോദരനോട്, ഈ സഹോദരിയോട്, ഞങ്ങളുടെ ദാസനോട്, ഞങ്ങളുടെ ദാസിയോട് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു.